ജെ കള്ളിങ് ഗെയിം ആർക്കിനെ പറ്റി പറയുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ സിനിമ ലവ് പോലെ ഇതിന് മുമ്പത്തെ വീഡിയോസ് നിങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്തിട്ട് ആ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കള്ളിങ് ഗെയിം എന്താ, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന ഒരു A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിന് മാത്രമായിട്ട് ഞാൻ ഈ ഒരു കള്ളിങ് ഗെയിമിന് മാത്രം ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ ഒരു ഐക്കാർഡ് വന്നില്ലേ, അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞു നമ്മുടെ ഹീറാമിൻ്റെ ഹാമർ മാറിയിട്ട് ഇപ്പോൾ ഒരു എക്സിക്യൂഷൻ സോഡ് തന്നെ ആയിരുന്നു. സോ ഈ സോഡ് വെച്ച് കട്ട് ചെയ്യാൻ ആരും തന്നെ അപ്പം തന്നെ മരിക്കും പറഞ്ഞിട്ട് അന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സോ ഇപ്പോൾ എന്താ നടക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഹീറാമൻ തന്നെ ഈ ഒരു എക്സിക്യൂഷൻ സോഡ് വെച്ച് നമ്മൾ യൂജിനെ അറ്റാക്ക് ചെയ്യണം. സോ ഇവർ രണ്ടാളുള്ള ഫൈറ്റ് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് മറ്റൊരു കാര്യം കൂടി കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹീറാമയ്ക്ക് നമ്മുടെ യൂജി ഗിൽട്ടൊന്നും ചെയ്തിട്ടില്ലാത്ത കാര്യം മുമ്പ് തന്നെ അറിയാം. അതായത് എങ്ങനെ പറയാം, നമ്മുടെ ഈ ഒരു ജഡ്ജ്മെൻറ്റ്, അതായത് ഈ ഷിക്കിയാമി ഈ ഒരു എവിഡൻസ് ആയിട്ടുള്ള ഒരു ലെറ്ററിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് അത് ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മുടെ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള നമ്മുടെ ഹിഗുറാമിക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയാം. സോ നമ്മുടെ യൂജി തെറ്റിയതില്ല, മറിച്ച് യൂജിൻ്റെ ഉള്ള സുക്കുണയാണ് ഇതെല്ലാം ചെയ്ത കാര്യം അറിയാം. എന്നാലും നമ്മുടെ യൂജിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹിഗുറാമ ഇപ്പോൾ ഒരു ഫൈറ്റ് തന്നെ നടത്തുന്നത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരു സെക്കൻഡ് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ടൈമിലേക്ക് നമ്മുടെ യൂജി ഒരു ഫിസ്റ്റ് തന്നെ നമ്മുടെ ഹിഗുറാമിക്ക് കൊടുക്കുന്നത്. സോ ഈ ഒരു ഫിസ്റ്റ് കൊണ്ട് അപ്പുറത്ത് വീണ് നമ്മുടെ ഹിഗുറാമ ചിരിച്ചിട്ട് നമ്മുടെ യൂജിൻ്റെ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് യൂജി നീ ഇന്നസെൻ്റ് ആണ്, ബട്ട് ഇന്ത്യയിലുള്ള സുക്കുണയാണ് ഈ ഒരു ഷിബിയോ ഇൻസിഡൻറ്റ് ഈ ഒരു മാസ് മർഡറിന് എന്നെ കാരണം പറഞ്ഞിട്ട് പറയാണ്. എന്നിട്ട് നമ്മുടെ ഹിഗുറാമ ചെയ്യുന്നത് പറഞ്ഞാൽ തൻ്റെ ഉള്ള ഒരു 100 പോയിന്റ് തന്നെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ കൊഗാനെ കൊണ്ട് ഒരു റൂൾ തന്നെ ആഡ് ചെയ്യിപ്പിക്കുകയാണ്. സോ റൂൾ പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ഈ ഒരു കള്ളിങ് ഗെയിമിൽ പങ്കെടുക്കുന്ന പ്ലേയേഴ്സ് തമ്മിൽ ഒരു പോയിന്റ് ട്രാൻസ്ഫർ അവരുടെ അനുവാദ പ്രകാരം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കണം. അതാണ് നമ്മുടെ കള്ളിങ് ഗെയിമിൽ ഇപ്പം നമ്മുടെ ഹിഗുറാമ ആഡ് ചെയ്തിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഹിഗുറാമ നമ്മുടെ യൂജിക്ക് ഒരു പോയിന്റും കൂടി ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് പോകുന്നത്. സോ നമ്മുടെ ഹിഗുറാമിൻ്റെ അടുത്ത് നമ്മുടെ യൂജി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ ഒരു കള്ളിങ് ഗെയിം തന്നെ ഹെൽപ്പ് ചെയ്തുകൂടെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ ഹീറോയും പറയാണ്, അതായത് എൻ്റെ ഇപ്പോൾ കൈവശമുള്ള റിമൈനിങ് 2 പോയിന്റ് എന്ന് പറഞ്ഞത് ഒന്ന് ജഡ്ജിനെയും ഒന്ന് പ്രോസിക്യൂട്ടറിനെയും കൊന്നിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. സോ ഞാൻ ഒരു കള്ളിങ് ഗെയിം കഴിഞ്ഞ വർഷം അപ്പോൾ തന്നെ സറണ്ടർ ചെയ്യാൻ പോവാണ് യൂജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയാകുമ്പോൾ താറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ്. മനസ്സിൽ നമ്മൾ റെജി അതുപോലെ മെഗുമിയും കൂടി ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. ഓക്കെ, നമ്മുടെ മെഗുമിൻ്റെ ഒരു ഷിഗിഗാമി കണ്ടിട്ട് നമ്മുടെ റെജിക്ക് മനസ്സിലാക്കുകയാണ് ഇവൻ സ്ട്രോങ്ങർ ആണെന്ന് മനസ്സിലാക്കുകയാണ്. സോ അടുത്തായിട്ട് തന്നെ നമ്മുടെ റെജി ചോദിക്കണം, നീ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പറഞ്ഞിട്ട് പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ റെജി ചോദിക്കണം നമ്മുടെ മെഗുമിൻ്റെ അടുത്ത്, എനിക്ക് ഈ കള്ളിങ് ഗെയിമിനെ പറ്റി എന്തൊക്കെ അറിയാമെന്ന്. സോ നമ്മുടെ മെഗുമിക്ക് ചെറിയ കാര്യം മനസ്സിലാണ്, ഇവൻ ഈ ഒരു കള്ളിങ് ഗെയിമിനെ പറ്റി എന്തൊക്കെയോ അറിയാമെന്ന് പറഞ്ഞിട്ട്. സോ നമ്മുടെ ഈ ഒരു മെഗുമി അധികം ഒന്നും വിട്ട് പറയാതെ തെങ്ങൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബേരിൻ്റെ കാര്യം തന്നെ പറയണം. അതായത് നമ്മുടെ ഈ ഒരു കള്ളിങ് ഗെയിമിൽ പങ്കെടുക്കുന്ന പ്ലേയേഴ്സിൻ്റെ കേഴ്സ് എനർജി വെച്ചിട്ടാണ് ഈ ഒരു ബേരിൽ തന്നെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ട് നമ്മുടെ മെഗുമി പറയാണ്. സോ ഈ ഒരു കാര്യം കേട്ട് നമ്മുടെ റെജി ചിരിച്ചിട്ട് പറയാണ്, അപ്പം എനിക്ക് ഈ ഒരു കെഞ്ചാക്കുനെ അറിയാമെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ചോദ്യം കൂടി കേൾക്കുന്ന നമ്മുടെ മെഗുമി ഉറപ്പിക്കുകയാണ് ഇവന് കള്ളിങ് ഗെയിമിനെ പറ്റി അറിയാമെന്ന്. നമ്മുടെ റേജി നമ്മുടെ മെഗുവിൻ്റെ അത് പറയാണ്. അതായത് ഈ ഒരു ബേരിനെ പറ്റി പറഞ്ഞ കാര്യമില്ലേ, അത് ഭയങ്കര മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു 10 കോളനിനെ എടുത്ത് വിചാരിക്കും, അതിൽ ഓരോ കോളനിയും നമ്മുടെ കാശിമും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹിഗുറാമിനെ പോലെയുള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. സോ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെ ഈ ഒരു വീക്കർ തന്നെ എല്ലാം തന്നെ പതുക്കെ ആയിട്ട് കൊന്നുകളയും. സോ ഒരു സ്ട്രോങ്ങർ മാത്രമേ നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ കെഞ്ചാക്കും എന്ത് ചെയ്യും പറഞ്ഞാൽ ഒരു മാസി ടൈപ്പ് ബോംബ് തന്നെ ഈ ഒരു കള്ളിങ് ഗെയിമിൽ ഇട്ടിട്ട് ഈ കള്ളിങ് ഗെയിം തന്നെ എൻഡ് ചെയ്യാനുള്ള പ്ലാനാണ്. സോ ഇതാണ് നമ്മുടെ റേജി നമ്മുടെ മെഗുമിൻ്റെ അത് പറയുന്നത്. സോ നമ്മുടെ കെഞ്ചാക്കിനെതിരെ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റേജി ഇപ്പോൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒപ്പോണൻസിനെ നോക്കിയിട്ട് പിന്നെ അലയൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മെഗുമി ചോദിക്കണ്ടേ, അപ്പോൾ ഈ പെണ്ണ ഇവിടെ നിന്ന് സ്ട്രോങ്ങർ ആണോ എന്ന് ചോദിക്കണ്ടേ. എന്നിട്ട് അവൾ പറയണ്ടേ, എനിക്ക് നിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ട, റെജി എന്നെ പ്രൊട്ടക്ട് ചെയ്യും, അവൻ എൻ്റെ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പറയണ്ടേ. എന്നിട്ട് നമ്മുടെ റെജി പറയണ്ടേ, ഇവള് സ്ട്രോങ്ങർ ഒന്നല്ല, മറിച്ച് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒപ്പോണൻറ്റിനെ എന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബെയ്റ്റ് ആണ് ഇവള് പറഞ്ഞിട്ട് പറയണ്ടേ. എന്നിട്ട് നമ്മുടെ റെജി നമ്മുടെ മെഗുമിൻ്റെ ചോദിക്കണ്ടേ, കെഞ്ചാക്കിൻ്റെ പ്ലാനൊക്കെ ഞാൻ അറിഞ്ഞില്ലേ, ഇനി എന്താ പ്ലാൻ, ഞങ്ങളപ്പോൾ ഈ അലയെ ചേരുന്നുണ്ടോ പറഞ്ഞിട്ട് ചോദിക്കണ്ടേ. സോ നമ്മുടെ മെഗുമി പറയണ്ടേ, എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല, എനിക്ക് ഇന്ത്യയിലുള്ള ആ 100 പോയിന്റ് ആവേണ്ടത് പറഞ്ഞിട്ട് ഒരു ഫൈറ്റ് തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്നു. സോ നമ്മുടെ റെജിന് ഇപ്പോൾ നമ്മുടെ മെഗുമി അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പോകുന്ന ടൈമിലേക്കും ബാക്കിൽ ഒരുത്തം വന്നിട്ട് നമ്മുടെ മെഗുമിനെ അറ്റാക്ക് ചെയ്യാൻ വരിക. സോ ഇവരെല്ലാം നമ്മുടെ റെജിൻ്റെ അലൈസ് ആണ്. ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വന്നതന്നെ നമ്മുടെ മെഗുമി ഒരു സൈഡിലേക്ക് ആക്കേണ്ടത്. അടുത്ത് നമ്മുടെ റെജിനെ കൊല്ലാൻ പറഞ്ഞ സമയത്ത് നോക്കുമ്പോൾ ഇതേ വേറൊരുത്തം വരുന്നു, മറ്റൊരു അലൈ നോക്കുമ്പോൾ ഇവൻ്റെ പവർ പറയുന്നത് ഇവൻ്റെ ഓർഗൻസ് ഏതൊരു ഒപ്പോണൻസിന് മേലെ യൂസ് ചെയ്യണോ അത് അപ്പം തന്നെ എക്സ്പ്ലോർ ചെയ്യും. സോ ഇപ്പോൾ ഇവനെ ഒരു കണ്ണ് കൊണ്ടുവന്നിട്ട് നമ്മുടെ മെഗുമിൻ്റെ അടുത്ത് വന്നിട്ട് ബ്ലാസ്റ്റ് ചെയ്യാണ്. നമ്മുടെ മെഗുമി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സോ നോക്കണം ബാക്കിൽ മറ്റേ പെണ്ണ് മുന്നേ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഇപ്പം നമ്മുടെ മെഗുമിൻ്റെ അവസ്ഥ പറഞ്ഞാൽ 4 സൈഡും കൊണ്ട് മുന്നേ അറ്റാക്ക് ചെയ്യാണ്. അപ്പോഴേക്കും നമ്മുടെ കൊഗാന ഒരു പുതിയ റൂളായിട്ട് വരുന്നത്, അതായത് നമ്മുടെ കള്ളിങ് ഗെയിമിൽ ഈ ഒരു പ്ലേയേഴ്സ് തമ്മിൽ പോയിന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു റൂൾ തന്നെ ആഡ് ചെയ്യിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ മെഗുമി ഒരു ചിരിയുണ്ട്. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരുത്തൻ തന്നെ നമ്മുടെ മെഗുമി തീർത്ത് കളയാണ്. സോ 4 സൈഡിൽ നിന്ന് അറ്റാക്ക് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ മെഗുമി ഇപ്പോൾ ഏകദേശം ടയേർഡായിട്ടുണ്ട്. സോ ഇവനെ തീർത്ത് കഴിയുന്നത് വരും 2 ആൾ ഇറങ്ങിയിട്ട്. സോ ഈ ഒരു ഓർഗൻ്റെ എക്സ്പ്ലോഡ് ചെയ്യാൻ കഴിവുള്ള ഒരുത്തൻ നമ്മുടെ മെഗുമി നേരെ തൻ്റെ പല്ലെന്നെ എറിയാണ് അവനെ എക്സ്പ്ലോഡ് ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ മെഗുമി അതിനൊന്നും ചെയ്യാനില്ല പറഞ്ഞ് നോക്കുന്ന ടൈമിലേക്കും പെട്ടെന്ന് ഒരു ക്യാരക്ടർ വന്നിട്ട് നമ്മുടെ മെഗുമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാം. സോ ഇതാരാ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ പറഞ്ഞത്. ഇത് മറ്റാരുമില്ല, നമ്മുടെ കൊമേഡിയനായിട്ടുള്ള നമ്മുടെ ടക്കാബിയാണ്. ഇപ്പോൾ നമ്മുടെ ടക്കാബി നമ്മുടെ മെഗുമിൻ്റെ കൂടെയാണ്. സോ നമ്മുടെ ടക്കാബ മറ്റൊരു ക്യാരക്ടറിനെ അതുപോലെ നമ്മുടെ മെഗുമി നമ്മുടെ ഈ ഒരു റെജിനെയും ഫൈറ്റ് ചെയ്യുകയാണ്.
ഇപ്പം നമ്മുടെ ടക്കാവ് മറ്റവനൊപ്പം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ടക്കാവിൻ്റെ കേസ് ടെക്നിക്ക് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ആൾ ഈ ഒരു മൈൻഡിൽ എന്ത് ഫണ്ണിയായി വിചാരിക്കുന്നോ അത് ഒരു റിയാലിറ്റി ആയിട്ട് ഹാപ്പണേ ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടക്കാവിൻ്റെ ഫൈറ്റിങ് അതുപോലെ തന്നെ ഈ ഒരു ടെക്നിക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആൾ ഒരു കോമിക്കൽ പോലെ ഒരു ഫണ്ണി ആയിട്ടാണ് ഈ ഒരു ഫൈറ്റ് തന്നെ നടത്തുന്നതെന്ന് പറയാം. മറിച്ചായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെജി അതുപോലെ തന്നെ മെഗിയും കൂടി ഒരു ഇൻറ്റൻസ് ഫൈറ്റ് തന്നെ നടക്കുകയാണ്. സോ നമ്മുടെ റെജിൻ്റെ പവർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റ് എന്ന് പറയാം. സോ ഈ ഒരു കോൺട്രാക്റ്റിൽ ഇവനെ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുമോ ഇവൻ്റെ മൈൻഡിൽ എന്ത് കാര്യം വരുമോ അത് അപ്പം തന്നെ ഇവന് കിട്ടും. എന്തും. സോ നമ്മുടെ മെഗും ഇതെല്ലാം കണ്ട ശേഷം ഇനി ഒറ്റ വഴിയുള്ളൂ ഓടിക്കോ പറഞ്ഞിട്ട് തൻ്റെ ഒരു പക്ഷിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ രക്ഷപ്പെടാണ്. സോ നമ്മുടെ റേജി വെറുതെ ഒന്നും വിടില്ല. അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഉപയോഗിച്ച് കുറേ ഡ്രോൺ എന്നെ നമ്മുടെ മെഗുമിക്ക് പിന്നാലെ വിടാണ്. എന്നിട്ട് ആളെന്ത് ചെയ്യുക പറഞ്ഞാൽ മറ്റൊരു കോൺട്രാക്റ്റ് ഉപയോഗിച്ച് ഒരു സ്കൂട്ടി എന്നെ ക്രിയേറ്റ് ചെയ്യണം. ഇതെന്ത് GTA കളിക്കണം. എന്നിട്ട് അവൻ ഈ ഒരു ഡ്രോണിൻ്റെ ഈ ഒരു ക്യാമറ വെച്ചിട്ട് നമ്മുടെ മെഗുമി ഇപ്പോൾ എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കുകയാണ്. സോ അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു കോട്ട് തന്നെയെന്ന് പറയാം. സോ ഒരു വലിയൊരു കോട്ടാണ്. സോ ഈ ഒരു കോട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മെഗുമി നമ്മുടെ റിജിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇവന് അടുത്ത ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഗുമിനെ കൊല്ലാൻ വേണ്ടി 2 ട്രക്ക് തന്നെ ഇപ്പോൾ നമ്മൾ കോൺട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ മെഗുമിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. ഈ ഒരു ട്രക്ക് കൊണ്ട് കൊല്ലാൻ സാധിക്കാതെ നമ്മുടെ മെഗുമിനെ ഇവൻ പൂച്ചട്ടി അതുപോലെ തന്നെ കത്തിയും കോൺട്രാക്ട് എടുത്ത് നമ്മുടെ മെഗുമിനെ കൊല്ലാൻ നോക്കുകയാണ്. സോ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു സ്പെസിഫിക് ടൈം ആകുമ്പോഴേക്കും നമ്മുടെ മെഗുമി എക്സോസ്റ്റ് ആയി. സോ ഇവൻ ഒന്നും ഇനി കയ്യിലില്ല. സോ ഇവൻ്റെ കയ്യിൽ ഞാൻ വേറൊരു പവറില്ല വിചാരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ മെഗുമി ഇറക്കുക. ഡൊമൈൻ എക്സ്പാൻഷൻ ഷിമറ ഷാഡോ ഗ്രാഡ്. സോ നമ്മുടെ റെജി ഒരു സെക്കൻഡിലേക്ക് ബ്ലാക്ക് ഔട്ട് ആയി പോകുന്നുണ്ട്. ബട്ട് നമ്മുടെ റെജി അപ്പം തന്നെ ഒരു സിമ്പിൾ ഡൊമൈൻ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഹോളോ വിക്കറ്റ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ സിമ്പിളായി പറയാൻ നമ്മുടെ റെജിൻ്റെ ഡൊമൈൻ കൊണ്ട് മറ്റൊരാളുടെ ഡൊമൈൻ്റെ പവർ എന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. സോ തൻ്റെ ഡൊമൈൻ വെച്ച് നമ്മുടെ മെഗുമിൻ്റെ ഡൊമൈൻ്റെ പവർ എന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കുന്ന ടൈമിലായിരിക്കും റെജിനെ തന്നെ തൻ്റെ ഒരു ഡൊമൈനിൽ തന്നെ നമ്മുടെ മെഗുമി ട്രാപ്പ് ചെയ്തിട്ടുണ്ടാകുക. ഇപ്പം എന്താ ഇവിടെ സംഭവിച്ചാണ് മെഗുമി തൻ്റെ ഒരു ഡൊമൈൻ തന്നെ ഈ ഹോൾ കോഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് ഈ ഒരു ഡൊമൈൻ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഈ റെജിക്ക് ഈ ഒരു പവർ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചില്ല. സോ അങ്ങനെയാണ് നമ്മുടെ മെഗുമി ഇപ്പോൾ നമ്മുടെ റെജിനെ ട്രാപ്പ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ മെഗുമി അതുപോലെ തന്നെ നമ്മുടെ ഈ റെജിയുമായിട്ട് ഒരു ഇൻറ്റൻസ് ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. സോ നമ്മുടെ മെഗുമിനായിരുന്നു നമ്മുടെ റെജി ഒരുമാതിരി ഇട്ട് കൊള്ളുന്നുണ്ട് എന്ന് പറയാം. സോ നമ്മുടെ റെജി ഭയങ്കര ടെൻഷനായിട്ട് എനിക്ക് ഇത്രയല്ലേ സാധിക്കുള്ളൂ പറഞ്ഞിട്ട് ആൾ തൻ്റെ കോൺട്രാക്ട് ടെക്നിക്ക് തന്നെ പുറത്തെടുക്കണം. സോ നമ്മുടെ മെഗുമി പറയാം മോനെ ജസ്റ്റ് ഒന്ന് മേലേക്ക് നോക്കിയേ. അപ്പം നമ്മുടെ റെജി മേലേക്ക് നോക്കുന്ന ടൈമായിരിക്കും ഒരു ജയൻറ്റ് ഷാഡോ എലിഫൻറ്റിനെ അവിടെ ഉണ്ടാകും. അത് നമ്മുടെ മെഗുമിൻ്റെയാണ് അത്. അതായത് നിങ്ങൾ ആലോചിക്കണം ഒരു എലിഫൻറ്റിൻ്റെ മിനിമം വെയിറ്റ് പറയുന്നത് 3 to 4 ടണ്ണാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ റെജിന് മേലെ വീണിരിക്കുന്നത്. ഇപ്പം നമ്മുടെ റെജിൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഓരോ എല്ലായിട്ട് ഫ്രാക്ചർ ആയതുകൊണ്ട് ഇവന് റെസ്പിറേറ്ററി തന്നെ നടക്കുന്നില്ല. സോ എന്നിട്ട് ഈ ഒരു കോൺഷ്യസ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ മെഗുമിനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്നത് വെറുതെ വിടില്ലടാ പറഞ്ഞിട്ട് അവനൊരു കോൺട്രാക്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുകയാണ്. ബട്ട് അതിനെ അവന് സാധിക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ റെജി വീണ്ടും ഒരു എടുത്തിട്ട് എണീറ്റ് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ മെഗുമി നമ്മൾ ഇവന് ഒരു അറ്റാക്ക് തന്നെ കൊടുക്കുകയാണ്. സോ ഇപ്പോൾ നമ്മുടെ റെജി പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവൻ്റെ ഒരു ഹാഫ് പോർഷൻ തന്നെ നമ്മുടെ മെഗുമി ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മെഗുമി ആര് പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അതായത് നമ്മുടെ ടെങ്കൻ പറഞ്ഞാണോ കറക്റ്റ് അതോ നമ്മുടെ റെജി പറഞ്ഞാണോ കറക്റ്റ്. അതായത് ടെങ്കൻ പിന്നെ പറ്റിച്ചാണോ ഈ ഒരു കെഞ്ചാക്കുമായിട്ടുള്ള സീക്രട്ട് ഡീലിംഗ് എന്നെ ഉണ്ടാവുമോ പറഞ്ഞിട്ടാണ് നമ്മുടെ മെഗുമി ഇപ്പോൾ ചിന്തിക്കുന്നത്. സോ ടെങ്കൻ ആരാന്ന് എനിക്ക് അറിയുമോ പറഞ്ഞിട്ട് നമ്മുടെ റെജിൻ്റെ അടുത്ത് നമ്മുടെ മെഗുമി ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ റെജി പറയാണ് അതിപ്പോഴും ജീവനുണ്ടാവേണ്ടത് നമ്മുടെ റെജി പറയുകയാണ്. പിന്നെ നമ്മുടെ റെജി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ തൻ്റെ കയ്യിലുള്ള റിമൈനിങ് ഫോൺസ് എല്ലാം നമ്മുടെ മെഗുമിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ് ഞാൻ മരിക്കണ മുമ്പുള്ള നല്ല കാര്യം എന്ന് വിചാരിച്ചു പറഞ്ഞിട്ട് നമ്മുടെ റെജി അപ്പോൾ തന്നെ മരിക്കുകയാണ്. മറുസൈഡ് നോക്കിയാൽ നമ്മുടെ ടക്കാബി അതുപോലെ മറ്റേലുള്ള ഫൈറ്റ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ഫൈറ്റിംഗ് നടക്കുന്ന ഇടയിലേക്ക് നമ്മുടെ കൊഗാനെ ഒന്ന് അനൗൺസ് ചെയ്യുക, അതായത് മാസ്റ്റർ റെജി ഇപ്പോൾ മരിച്ചിരിക്കുന്നു പറഞ്ഞിട്ട്. സോ ഇതും കൂടി കേൾക്കെ അവൻ പറയാണ് നമുക്കിത് നിർത്താം, എനിക്കിത് മടുത്തു പറഞ്ഞിട്ട് അവൻ അവിടെ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടക്കാബി ഓക്കെ ബൈ പല്ലേക്കണേ. അടുത്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത്ര നേരം പറ്റിച്ച ഒരു പെണ്ണിനെ നമ്മുടെ മെഗുമി കൊല്ലാൻ പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് തൻ്റെ ഒരു സിസ്റ്ററിൻ്റെ ഓർമ്മ വന്നാൽ നമ്മുടെ മെഗുമി അവളെ അപ്പോൾ തന്നെ വെറുതെ വിടാണ്. സോ പിന്നീട് ഇത്രയും ഒരു ഫൈറ്റ് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ മെഗുമി അവിടെ എക്സോസ്റ്റ് ആയിട്ട് വീഴാണ്. നമ്മുടെ മെഗുമി വീഴുന്ന ടൈമിൽ നിന്നേക്കും ഇവർ തപ്പി വന്ന ആ ഒരു ഏഞ്ചൽ അവിടെ ലാൻഡ് ചെയ്യുക. സോ നമുക്ക് പിന്നീട് കാണിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കോണിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള 2 സോഴ്സസ് ആണ്. സോ അതിലെ ഫസ്റ്റ് ഒരു സോഴ്സൺ 91 പോയിൻ്റ് ഉള്ള ആ ഒരു സോഴ്സൺ തന്നെ നമ്മുടെ യൂട്ടൊക്കെ കൊന്നിട്ടുണ്ട്. സോ അടുത്ത ഈ ഒരു ഫീമെയിൽ സോഴ്സണിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ യൂട്ട എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് എൻഡ് ചെയ്യുകയാണ്. സോ ഗൈസ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. സോ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ഫോളോ ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് വരുമ്പോഴേക്കും നന്ദി, നമസ്കാരം.